നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം നൽകി. അമേരിക്കയുടെ പുതിയ FBI മേധാവിയായി ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേൽ. FBI ഡയറക്ടർ സ്ഥാനത്തേക്ക് ഇന്ത്യൻ അമേരിക്കൻ വംശജനായ കശ്യപ് പട്ടേലിനെ നാമനിർദ്ദേശം ചെയ്ത അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമർത്ഥനായ അഭിഭാഷകനും നിരീക്ഷകനും അമേരിക്ക ഫസ്റ്റ് പോരാളിയുമാണ് പട്ടേലെന്ന് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറയുന്നു. അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിനും നീതിക്ക് വേണ്ടി പ്രതിരോധം ഉറപ്പുവരുത്തുന്നതിനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിനും ചെലവഴിച്ച തൊഴിൽ ജീവിതമായിരുന്നു പട്ടേലിന്റേതെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നുണ്ട്. പട്ടേൽ മേധാവിയാകുന്നതോടെ അമേരിക്കയിലെ കുറ്റകൃത്യ മഹാമാരിയെ FBI ഇല്ലാതാക്കുമെന്നും കുടിയേറ്റ കുറ്റകൃത്യ സംഘങ്ങളെ തകർക്കുമെന്നതും അതിർത്തി കടന്നുള്ള മനുഷ്യ മയക്കുമരുന്ന് കടത്തൽ അവസാനിപ്പിക്കുമെന്നും ട്രംപ് കുറിപ്പിൽ അവകാശപ്പെടുന്നു. 2017 ട്രംപ് നിയമിച്ച ക്രിസ്റ്റഫർ ബ്രേയുടെ പിൻഗാമിയായാണ് പട്ടേൽ FBI ഡയറക്ടറേറ്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. നിയമിച്ചത് ട്രംപ് ആയിരുന്നെങ്കിലും പിന്നീട് ക്രിസ്റ്റഫർ ട്രംപും തമ്മിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിരുന്നു. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായി ന്യൂയോർക്കിലെ ക്യൂൻസിലാണ് കശ്യപ് പട്ടേലിന്റെ ജനനം. ബിരുദം നേടിയതിനു പിന്നാലെ അഭിഭാഷകനായി തുടർന്നു. ഫ്ലോറിഡയിലെ സ്റ്റേറ്റ്സ്, ഫെഡറൽ കോടതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് വകുപ്പിൽ പ്രോസിക്യൂട്ടർ ആയിരിക്കെ കിഴക്കൻ ആഫ്രിക്കയിലെയും US-ലെയും പ്രമാദമായ അന്താരാഷ്ട്ര ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ട്രംപ് പ്രസിഡന്റായിരിക്കെ ആക്ടിംഗ് സെക്രട്ടറി ഓഫ് ഡിഫൻസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്നു അദ്ദേഹം. FBI-യിൽ പരിഷ്കരണം കൊണ്ടുവരണമെന്ന തന്റെ ആഗ്രഹം ഈ 44-കാരൻ മുൻപ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇതിനിടെ ഡോളറിനെതിരെ നീങ്ങിയാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് 100% നികുതി ചുമത്തുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. പുതിയ കറൻസി സൃഷ്ടിക്കുകയോ മറ്റു കറൻസികളെ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയോ ചെയ്യരുതെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഡോളറിനെ സംരക്ഷിക്കുന്നതിനായി കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന സൂചനകളാണ് ട്രംപ് നൽകുന്നത്. പുതിയൊരു ബ്രിക്സ് കറൻസി ഇവർ സൃഷ്ടിക്കരുത്. ഇതിനൊപ്പം US ഡോളർ അല്ലാതെ മറ്റൊരു കറൻസിയെ പിന്തുണയ്ക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ 100% നികുതിയൊടുക്കാൻ അവർ തയ്യാറാകണം. പിന്നീട് അവർക്ക് US സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കുകയില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ നടന്ന സമ്മേളനത്തിൽ ഡോളർ അല്ലാതെ കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പ്രാദേശിക കറൻസികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു നീക്കം. ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കണമെന്നായിരുന്നു റഷ്യയുടെ ആവശ്യം. യൂറോപ്പിന്റെ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഇന്ത്യയുടെ UPI എന്നിവയ്ക്കെല്ലാം സമാനമായിരിക്കും ബ്രിക്സ് പേ. റഷ്യൻ റൂബിളിലും ചൈനീസ് യുവാനിലും ഇന്ത്യൻ രൂപയിലും ഇടപാടുകൾ നടത്തുവാൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇതിനിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. 3200 കോടിയുടെ ആയുധ കരാർ പടിയിറങ്ങും മുന്നേ കരുതിക്കൂട്ടി തന്നെ ബൈഡൻ. തായ്വാന് സന്തോഷം. തായ്വാനുമായി $385 മില്യൺ ആയുധ കരാർ ഒപ്പിട്ട് അമേരിക്ക. ചൈനയുമായി നിരന്തരം തുടരുന്ന തർക്കത്തിനിടെയാണ് ആയുധ സംഭരണത്തിനുള്ള തായ്വാന്റെ തീരുമാനം. പുതിയ കരാറിലൂടെ ഭീഷണികൾ നേരിടാൻ തായ്വാൻ പര്യാപ്തമാകുമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പറഞ്ഞു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് $385 ദശലക്ഷം മൂല്യത്തിലുള്ള F-16 യുദ്ധവിമാനങ്ങൾക്കും റഡാറുകൾക്കുമായി ആവശ്യമുള്ള സ്പെയർ ഭാഗങ്ങൾ തായ്വാനിലേക്ക് വിറ്റഴിക്കുവാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. തായ്വാൻ പ്രസിഡന്റ് ലൈ ചിങ്ങിയുടെ പസഫിക് സന്ദർശനത്തിന് മുന്നെയാണ് അമേരിക്കയുമായുള്ള കരാറിൽ തീരുമാനമായിരിക്കുന്നത്. അമേരിക്കയ്ക്കും തായ്വാനുമിടയിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധം ഇല്ലെങ്കിലും തായ്വാനെ സ്വയം പ്രതിരോധിക്കുവാൻ ആവശ്യമായ സഹായം നൽകുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ നിയമപരമായി അറിയിച്ചിട്ടുണ്ട്. ഇതുപ്രകാരമാണ് ഇപ്പോൾ $385 ദശലക്ഷം ആയുധ കരാറിൽ ഒപ്പിട്ടതെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കി. പെന്റഗൺ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസിയുടെ അറിയിപ്പ് പ്രകാരം $320 ദശലക്ഷം മൂല്യമുള്ള F-16 യുദ്ധവിമാനങ്ങൾക്കടക്കം കരാറുണ്ട്. ഇതിനു പുറമെയാണ് റഡാറുകൾക്കും ബന്ധപ്പെട്ട ഉപകരണങ്ങൾക്കും ആവശ്യമായ സ്പെയർ ഭാഗങ്ങളുടെ വിൽപ്പന.
അതേസമയം അമേരിക്കയുടെ തായ്വാൻ അനുകൂല നിലപാടിനെ ചൈന എക്കാലത്തും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അമേരിക്കയാണ് ചൈനയ്ക്കും തായ്വാനുമിടയിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ചൈന മുന്നോട്ട് വെക്കാറുള്ളത്. ചൈനയുടെ ഭീഷണി മറികടക്കുവാനും തായ്വാന്റെ സംരക്ഷണം ഒരുക്കാനുമുള്ള ബാധ്യത ലോകരാജ്യങ്ങൾക്ക് ഉണ്ടെന്നതാണ് സാധാരണഗതിയിൽ അമേരിക്കയുടെ മറുപടി. ഇത്തവണയും അതേ നിലയിലാണ് പെന്റഗൺ പ്രതികരിച്ചത്. പുതിയ കരാറിലൂടെ ഭീഷണികൾ നേരിടാൻ തായ്വാൻ പര്യാപ്തമാകുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. സിറിയയിൽ അലപ്പോയ്ക്ക് സമീപത്തെ പ്രവിശ്യയും പിടിച്ച വിമതസേന. സിറിയയിലെ ഏറ്റവും വലിയ നഗരമായ അലപ്പോയിൽ സ്ഥാനമുറപ്പിച്ച വിമതസേന സമീപ പ്രവിശ്യയായ ഹമയിലെ 4 പട്ടണങ്ങളും പിടിച്ചു. സർക്കാർ സേന ചെറുത്തുനിൽപ്പിന് നിൽക്കാതെ പിന്തിരിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഹയാത്ത് തഹ്രീർ അൽ ഷംസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയായ വിമതസേന അലപ്പോ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുത്തെന്ന് യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി അറിയിച്ചു. വിമതരുടെ ശക്തി കേന്ദ്രമായ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ആരംഭിച്ച സായുധ നീക്കം 2 ദിവസം കൊണ്ടാണ് അലപ്പോയിൽ പ്രവേശിച്ചത്. രാജ്യത്തിന്റെ അഖണ്ഡതയും സ്ഥിരതയും പ്രതിരോധപ്പെടുത്തുമെന്നും ഭീകരരെ പരാജയപ്പെടുത്തുമെന്നും അസദ് പ്രതികരിച്ചു. അലപ്പോയിൽ നിന്ന് പിന്മാറിയത് സംഘർഷത്തിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണെന്നും സിറിയൻ സൈന്യം വിശദീകരിച്ചു. വിമത നിയന്ത്രണത്തിലുള്ളതും തുർക്കി അതിർത്തിയോട് ചേർന്നതുമായ ഇദ്ലിബ് പ്രവിശ്യയിൽ ഇന്നലെ റഷ്യൻ സിറിയൻ പോർവിമാനങ്ങൾ ആക്രമണം നടത്തി. 40 ലക്ഷത്തോളം അഭയാർത്ഥികൾ താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്ന ഇദ്ലിബ് നഗരത്തിലെ ജനവാസ മേഖലയിലും ബോംബാക്രമണം ഉണ്ടായെന്ന് ആരോപണം ഉയർന്നെങ്കിലും സിറിയ നിഷേധിച്ചിരുന്നു. യുദ്ധം ആരംഭിച്ചതോടെ ജനങ്ങൾ കൂട്ടത്തോടെ വാഹനങ്ങളിൽ പലായനം ചെയ്യുകയാണ്. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും പിടിച്ചുകൊണ്ട് ഹയാത്ത് തഹ്രീർ അൽ ഷംസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള വിമതസേന കഴിഞ്ഞയാഴ്ചയാണ് ആക്രമണം തുടങ്ങിയത്. വെള്ളിയാഴ്ച നഗരത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ കാര്യമായ ചെറുത്തുനിൽപ്പില്ലാതെയാണ് വിമതർ മധ്യകാല കോട്ട സ്ഥിതി ചെയ്യുന്ന അലപ്പോ നഗര കേന്ദ്രത്തിലെത്തിയത്. തുർക്കിയുടെ പിന്തുണയുള്ള വിമതർ അലപ്പോയിൽ പ്രവേശിച്ചെങ്കിലും ആധിപത്യം സ്ഥാപിക്കാനായില്ലെന്നും തിരിച്ചടിക്കാനായി സൈന്യത്തെ പുനർവിന്യസിച്ചെന്നും സിറിയ പ്രസ്താവിച്ചു. സിറിയയ്ക്ക് റഷ്യ പൂർണ്ണ സൈനിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച റഷ്യൻ യുദ്ധവിമാനങ്ങൾ വിമതരുടെ താവളങ്ങളിൽ ബോംബിട്ട് 200 പേരെ വധിച്ചെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഇന്ത്യയുടെ ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഹൈന്ദവ ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇന്ത്യ പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ബംഗ്ലാദേശ്. ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ഇന്ത്യ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് ചില കോണുകളിൽ നിന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്ന് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന അടിസ്ഥാനരഹിതവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. എല്ലാ ബംഗ്ലാദേശ് പൗരന്മാർക്കും അവരവരുടെ മതവിശ്വാസങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുവാൻ യാതൊരു തടസ്സവുമില്ല. മതന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ ചുമതലയാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ബംഗ്ലാദേശിലെ ചത്തോഗ്രാമിൽ 3 ഹിന്ദു ക്ഷേത്രങ്ങൾക്കു നേരെ ആൾക്കൂട്ട ആക്രമണം നടന്നിരുന്നു. തുറമുഖ നഗരത്തിലെ ഹരീഷ് ചന്ദ്ര മുൻസഫ് ലെയ്നിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 ആക്രമണം നടന്നത്. ശാന്തനേശ്വരി മാതൃ ക്ഷേത്രം, അടുത്തുള്ള ഷോണി ക്ഷേത്രം, ശാന്തനേശ്വരി കാളിബാരി ക്ഷേത്രം എന്നിവ ലക്ഷ്യമാക്കിയാണ് ആക്രമണം ഉണ്ടായതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 100 കണക്കിന് പേർ മുദ്രാവാക്യം വിളികളോടെ ക്ഷേത്രങ്ങൾക്ക് നേരെ ഇഷ്ടിക കട്ടകൾ എറിഞ്ഞു. ഷോണി ക്ഷേത്രത്തിനും മറ്റ് 2 ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾക്കും കേടുപാടുകൾ വരുത്തിയെന്നും ക്ഷേത്ര അധികൃതർ പറഞ്ഞു. ഇരുവിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം ക്ഷേത്രങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി. ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇസ്കോൺ വിരുദ്ധ മുദ്രാവാക്യങ്ങളും മുഴക്കിയാണ് അവർ ക്ഷേത്രങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്.
ഞങ്ങൾ അക്രമികളെ തടഞ്ഞില്ല. സ്ഥിതി വഷളായപ്പോൾ ഞങ്ങൾ സൈന്യത്തെ വിളിച്ചു. അവർ വേഗത്തിലെത്തി ക്രമസമാധാനം പുനഃസ്ഥാപിക്കുവാൻ സഹായിച്ചു. പ്രകോപനമില്ലാതെയാണ് അക്രമികൾ എത്തി ആക്രമണം നടത്തിയതെന്ന് ശാന്തിനേശ്വരി പ്രധാന ക്ഷേത്ര ഭരണസമിതിയിലെ സ്ഥിരമംഗം തപൻ ദാസ് പറഞ്ഞു. അതേസമയം ഇന്ത്യയിലെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. ഹൈക്കമ്മീഷനിലെ ജീവനക്കാർക്ക് ഭീഷണിയുണ്ടെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. കൊൽക്കത്തയിലെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷനിലേക്കുള്ള മാർച്ച് ആശങ്കാജനകമാണ്. ബംഗ്ലാദേശിന്റെ പതാക കത്തിച്ചതിൽ നടപടി വേണമെന്നും പ്രസ്താവനയിൽ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ 2 ഹിന്ദു സന്യാസിമാരെ കൂടി അറസ്റ്റ് ചെയ്തതായി ചാറ്റോഗ മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. രുദ്രോപോത്രി കേശബ് ദാസ്, രംഗനാഥ് ശ്യാമ സുന്ദർദാസ് എന്നീ സന്യാസിമാരെയാണ് അറസ്റ്റ് ചെയ്തത്. ജയിലിലുള്ള ചിന്മോയ് ദാസിന് ഭക്ഷണവും മരുന്നും പണവും എത്തിക്കുവാൻ പോയപ്പോഴായിരുന്നു അറസ്റ്റ്. ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശിലുടനീളം ഹിന്ദുക്കളുടെ വ്യാപകമായ പ്രതിഷേധത്തിനിടയിലാണ് പുതിയ സംഭവം. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നാണ് ബംഗ്ലാദേശ് പോലീസ് പറയുന്നത്. ചിന്മോയ് കൃഷ്ണദാസിന്റേത് ഉൾപ്പെടെ ഇസ്കോണുമായി ബന്ധപ്പെട്ട 17 പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാൻ ബംഗ്ലാദേശ് ഈ ആഴ്ച ഉത്തരവിട്ടിരുന്നു. പടിയിറങ്ങും മുന്നേ നിലപാട് മാറ്റി ബൈഡൻ. പ്രസിഡന്റ് പ്രത്യേക അധികാരം പ്രയോഗിച്ച് ഹണ്ടർ ബൈഡന് മാപ്പ് നൽകി. അനധികൃതമായി തോക്ക് കയ്യിൽ വെച്ചതടക്കമുള്ള കേസുകളിൽ മകൻ ഹണ്ടർ ബൈഡന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മാപ്പ് നൽകി. അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയിൽ കുറ്റവാളികൾക്ക് മാപ്പ് നൽകി നിയമ നടപടികളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ബൈഡൻ പടിയിറങ്ങും മുമ്പേ മകന് മാപ്പ് നൽകിയത്. മകനെതിരായ കേസുകളിൽ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാപ്പ് നൽകിയില്ലെന്ന് ഇത്രയും കാലം ആവർത്തിച്ചു പറഞ്ഞിരുന്ന ബൈഡൻ ഒടുവിൽ നിലപാട് മാറ്റുകയായിരുന്നു. തന്റെ മകനാണെന്ന കാരണത്താൽ ഹണ്ടർ ബൈഡൻ വേട്ടയാടപ്പെടുകയായിരുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പ്രസിഡന്റിന്റെ ഈ നീക്കം. തോക്കുകേസിന് പുറമെ നികുതി വെട്ടിപ്പ് കേസുകളിലും ഹണ്ടർ പ്രതിയായിരുന്നു. പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ബൈഡൻ മാപ്പ് നൽകിയതോടെ ഹണ്ടർ ബൈഡന് കേസുകളിൽ നിന്ന് മോചനം ലഭിക്കും. അതേസമയം മകനെതിരായ കേസുകളിൽ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാപ്പ് നൽകിയില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന ബൈഡന്റെ നയമാറ്റത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും അനുയായികളും ഉയർത്തുന്നത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബൈഡന്റെ നീക്കത്തെ ശക്തമായി എതിർത്തു. 2021 ജനുവരിയിൽ ക്യാപിറ്റൽ ഹില്ലിൽ അതിക്രമം നടത്തിയവർക്കും മാപ്പ് നൽകുമോ എന്നാണ് ട്രംപിന്റെ ചോദ്യം. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.